വേഗം വാമാ, സ്കൂളിൽ ബെല്ലടിക്കാനായി. ഇപ്പൊ വരാം മോനെ, ഡോറൊന്ന് അടച്ചിട്ട് വരാം. എന്താ സരിത, നീ ഇന്ന് പണിക്ക് വരുന്നില്ലേ? പണിക്ക് വരുന്നുണ്ട്, മോനെ സ്കൂളാക്കിട്ട് വരാം. എന്നാ ശരി. എന്താ ലേറ്റ്? കുട്ടീനെ സ്കൂളിൽ ശരി, വിട്ടിട്ട് പോ. കാല് പൊക്കാൻ പറ്റുന്നുണ്ടോ? എക്സ്റേ പിന്നെ സ്കാനിങ് എടുക്കണോ? വേദനയുടെ ഇഞ്ചക്ഷൻ കൊടുക്കണോ? ഞാനെല്ലാം ഇതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ സ്ട്രെച്ചർ അയക്കും കേട്ടോ, ഒന്ന് സ്കാനിങ്ങിന് അയക്കണം. കുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും കൂടെയുണ്ടോ? ഇല്ല ഡോക്ടർ, ഞങ്ങൾ ഒരുമിച്ച് പണിയെടുക്കുന്നത്. ഇവളുടെ ബന്ധുക്കളെല്ലാം ദൂരെയാണ് ഡോക്ടർ. ഇവൾക്ക് 3-ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനുണ്ട്, അവൻ സ്കൂളിൽ പോകുന്നതാണ്. പിന്നെ ഞങ്ങളൊക്കെയാണ് ഇവക്ക് സഹായമായിട്ട്. കുട്ടിയുടെ പേരെന്താ? സരിത. ഓക്കെ, ഇനി ഒന്നും മറിച്ചു വെച്ചിട്ട് കാര്യമില്ല. എല്ലാം സരിത അറിയണം. സരിതയ്ക്ക് അരയും തായിട്ട് ചലനശേഷി ഉണ്ടാവുകയില്ല. അതായത് സരിതയ്ക്ക് നിൽക്കാനോ നടക്കാനോ സാധ്യമല്ല. സരിതയുടെ സ്പൈനൽ കോഡിന് കാര്യമായ ചലനം സംഭവിച്ചിട്ടുണ്ട്. അതായത് സരിതയുടെ കൈകൾക്കൊന്നും പ്രശ്നമില്ല, അരയും തായിട്ടാണ് പ്രശ്നം. ചെറിയൊരു ഓപ്പറേഷൻ വേണം. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജ് ചെയ്യും. മെഡിസിൻസ് എല്ലാം എഴുതി തരോ, വീട്ടിൽ പോയിട്ട് കാണാൻ മതി. ശരി ഡോക്ടർ. കുറച്ച് മെഡിസിൻസ് എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, ഞാൻ ഒരാൾ ഇവിടെ നിൽക്കാം, നിങ്ങൾ 2 പോയിക്കോ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മോനെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വരണം. ശരി, ഞാൻ കൂട്ടിയിട്ട് വരാം. ശരി, പോയിട്ട് വാ. അമ്മേ, എന്തായി അമ്മക്ക്? എന്തിനാ കിടക്കുന്നത്? ഒന്നില്ല മോനെ, അമ്മ ഒന്ന് വീണതാ. ഈ ചേച്ചിമാരെ അമ്മനെ ആസ്പത്രിയിൽ കൊണ്ടുവന്നു. എന്നാ മോനെ ബിസ്ക്കറ്റ്. സരിതയ്ക്ക് ഇപ്പോൾ ഓപ്പറേഷൻ ഉണ്ട്. സരിതേനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊണ്ടുപോകണം. ഇതാ ഡ്രസ്സ്, ശരി. വേഗം റെഡി ആവണം. ശരി. ഇന്ന് സരിതയെ ഡിസ്ചാർജ് ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാം. മെഡിസിൻസ് എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. കൃത്യമായിട്ട് പേഷ്യൻറ്റിന് മെഡിസിൻ കൊടുക്കുക. ഓക്കെ, സുമി, ഈ മോനെ വെച്ച് ഞാൻ എങ്ങനെ ജീവിക്കും? ആഹാരമെല്ലാം ഞാൻ എങ്ങനെ പാകം ചെയ്യും? മോനെ സ്കൂളിലെല്ലാം പറഞ്ഞ് അയക്കണ്ടേ, തുണികളെല്ലാം അലക്കണ്ടേ, ജീവിക്കാൻ പൈസ എങ്ങനെ കിട്ടും? ഇപ്പൊ ജീവിക്കാനുള്ള പൈസ നിനക്ക് അവരെല്ലാവരും കൂടി തന്നിട്ടുണ്ടല്ലോ. അത് തീരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നമുക്ക് അവിടെ 2 കല്ല് വെച്ച് അടുപ്പ് കൂട്ടാം, ചോറും കറിയും അവിടെ ഉണ്ടാക്കാം.
നിനക്ക് മോനോട് ഇവിടെ കിടന്നുകൊണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കാമല്ലോ. മോനോട് ഇത്ര വെള്ളമെടുക്ക്, ഇത്ര അരിയെടുക്ക്, ഇത്ര ഉപ്പിട് എന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. പിന്നെ തുണി അലക്കേണ്ടത്. ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് അതിൽ കുറച്ച് സർഫിട്ട് അതിൽ തുണി ഇട്ടാൽ മതി. പിന്നെ വൈകുന്നേരം 2 ബക്കറ്റ് വെള്ളത്തിൽ കഴുകിയാൽ മതി. എന്നിട്ട് ആ തുണികളെല്ലാം അയലിലിട്ട് ഉണക്കിയെടുത്താൽ മതി. പിന്നെ മോന് സ്കൂളിൽ പറഞ്ഞേക്കുന്ന കാര്യമല്ലേ, അത് 2-3 ആഴ്ച കഴിഞ്ഞ് പിന്നെ മതി. അപ്പോഴേക്കും അവൻ കുറച്ച് കാര്യങ്ങൾ പഠിക്കുമല്ലോ. സരിതേ, നീ ഇങ്ങനെ കരയല്ലേ. നീ കരഞ്ഞാൽ ആരാ മോന് ധൈര്യം കൊടുക്കും? പിന്നെ നിനക്ക് എൻ്റെ കാര്യം അറിയാലോ, ഏട്ടൻ കള്ളും കുടിച്ച് വന്നാലുള്ള സ്ഥിതി. അതുകൊണ്ട് എനിക്ക് എപ്പോഴും വരാൻ പറ്റില്ല. ഞാൻ പോയി കുറച്ച് വിറകും അടുപ്പാക്കാനുള്ള കല്ലും എടുത്തിട്ട് വരാം. മോനെ, വാ ഇവിടെ. മോനെ, വാ ഇവിടെ. ഇത് നോക്ക് എങ്ങനെ തീ പിടിപ്പിക്കേണ്ടതെന്ന്. സുമി, മോനെ ഇപ്പൊ വിളിക്കണ്ട. അവൻ കളിച്ചോട്ടെ. എനിക്കിതൊന്നും കാണാൻ കഴിയുന്നില്ല. സരിതേ, എന്നാ ഞാൻ പോയിട്ട് വരാം. മോനെ, കുറച്ച് ഓലക്കണ്ണി എടുക്ക്. തീപ്പെട്ടിയും പേപ്പറും താ, അമ്മ കത്തിച്ച് തരാം. ഇത് കൊണ്ടുപോയി അടുപ്പിൽ വെക്ക്. അതിൻ്റെ മേലെ വിറക് വെക്ക്. ആ കലത്ത് കുറച്ച് വെള്ളം എടുക്കും, അത് അടുപ്പത്ത് വെക്ക്. ആ പാത്രത്തിൽ കുറച്ച് അരി എടുക്കും, അതിൽ വെള്ളം ഒഴിച്ച് കഴുകി
ഇനി ആ കൈ കൊണ്ട് വെള്ളത്തിന് അരിയെടുത്ത് കലത്തിലിടും. ഇനി ആ കയ്യിലെടുത്ത് മെല്ലെ കലത്തിട്ട് ഇളക്ക്. ആ മൂടിയെടുത്ത് കലം മൂടും. മോനെ, ഇങ്ങോട്ട് വാ. ഇങ്ങനെയാണ് ചോറ് വെക്കുന്നത്. അത് ഇറക്കി വെക്കും മോനെ. ഇനി കറി വെക്കുന്നത് പറഞ്ഞു തരാം. മോനെ, എടാ ഒന്ന് എണിക്ക്. അമ്മക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടാ. ആ, എന്തായി അമ്മ? മോനെ, എണിച്ച് കുറച്ചും വെള്ളം എടുത്തിട്ടാ. ആ ഗുളികയും. അമ്മക്ക് വല്ലാതെ നെഞ്ഞുവേദന എടുക്കുന്നു.
അമ്മേ 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 അമ്മയ്ക്ക് എവിടെയാണ് മുറിയായത്? വാ ഇവിടെ ഇരിക്കി. മോനെ, അത് അമ്മ കാൽ ചൊറിഞ്ഞപ്പോൾ ചോര വന്നതാണ്. മോൻ അത് അലക്കണ്ട. എന്തായി സരിതേ? എന്താ? എന്തിനാ നീ കരയുന്നത്? എന്തായപ്പാ? എന്തായാലും പറ. നീ ഇങ്ങനെ കരയല്ലേ സരിതേ? പറ. സുനി, എനിക്കൊന്നും അറിയുന്നില്ല. ഞാൻ മാസക്കുടിയായി. അത് മുഴുവൻ നിന്ന് കൊടുത്ത തുണിയിലുണ്ടായിരുന്നു. മോൻ അലക്കാൻ എടുത്തപ്പോൾ കണ്ടതാ. എനിക്ക് ഒന്നും അറിയുന്നില്ല. സരിതേ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ? നിന്റെ മോൻ തന്നെയല്ലേ? സുനി, അത് ചെയ്തത് ഒരു പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല. അത് ചെയ്തത് എൻ്റെ മോനല്ലേ, അതാ എനിക്ക് വിഷമം. അതൊന്നും മോത്ത് നീ വിഷമിക്കണ്ട. നമ്മുടെ എല്ലാ ജീവിതത്തിലും അങ്ങനെ പലത് സംഭവിക്കും. എന്നാൽ ഞാൻ പോട്ടെ, ചേട്ടൻ വരാൻ സമയമായി. എന്നെ വീട്ടിൽ കണ്ടില്ലെങ്കിൽ പിന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ വീട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനും എത്ര സഹിച്ചാണ് ജീവിക്കുന്നത്. ചിലപ്പോൾ വിചാരിക്കും ചത്ത് കളഞ്ഞാൽ മതിയെന്ന്. മക്കളെ ഓർമ്മിച്ച് അങ്ങനെ ജീവിക്കും. മതിയായി എനിക്ക്. എൻ്റെ എല്ലാ സങ്കടവും ഞാൻ നിന്നോട് പറഞ്ഞ് എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ആരോട് പറയാനാ? ഞാൻ പോട്ടെ സരിതേ. സുമി, ഇവിടെ നിറയെ എലിശല്യം. കുറച്ച് എലിവിഷം കൊണ്ടുവന്ന് തരുമോ? എന്തിനാ? അത് കുടിച്ച് മരിക്കാനാ? ആ മോനെ വിട്ടു പോകാനാവോ? ഈ മോന് വിഷം കൊടുക്കാനാവോ? ആ അമ്മേ 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 ഇതാ ഈ വെള്ളം കുടിക്കമ്മേ. സരിതേ, 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 സരിതേ.
ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോയിട്ടുണ്ട്, ഷുഗർ കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അബോധാവസ്ഥയിലെത്തിയത്. നല്ല വെള്ളം പഞ്ചസാര ഇട്ട് വെള്ളം കുടിപ്പിക്കണം. കുറച്ച് അധികം വെള്ളം കുടിപ്പിക്കണം. ക്ഷീണത്ത് വരുമ്പോൾ സാധാരണ പോലെ ആവും, ഒന്നും പേടിക്കണ്ട. ഞാൻ കുറച്ച് മറന്ന് എഴുതി തരാം, അത് മുടങ്ങാതെ കൊടുത്താൽ മതി. ഇത് ഇവരുടെ മകനല്ലേ? അതെ സർ, ഇവൾക്ക് ഇവൻ മാത്രമേ ഉള്ളൂ. ഇവൻ വേണം ഇവൾക്ക് എല്ലാം ചെയ്തു കൊടുക്കാൻ. എന്നാൽ ഞാൻ വരട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. ശരി. സരിതേ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ ക്ഷീണം? കുറവുണ്ട് സുമി, കുറച്ച് വെള്ളം വേണമായിരുന്നു. ഞാൻ കുറച്ച് ചോറും കറിയും ആക്കി തരട്ടെ സരിതേ? ആക്കട്ടെ? സുമിയുടെ മുഖത്തൊരു പാട്. എന്തായി സുമി? നടക്കുമ്പോൾ സുമിക്ക് എവിടെയെങ്കിലും വേദനയുണ്ടോ? എനിക്കൊന്നുമില്ല. എനിക്ക് പണിക്ക് പോണം. സുമി പോയിക്കോ, എനിക്കിപ്പോൾ ഒന്നുമില്ല. ചോറ് കറിയും ഇപ്പോൾ ആക്കണ്ട, അത് മോൻ ആക്കിക്കൊള്ളും. സുമി പോയിക്കോ. എന്നാ ഞാൻ പോട്ടെ. ഞാൻ മരുന്ന് എത്തിക്കാം ഇന്ന് തന്നെ. സരിതേ, സരിതേ, ഇപ്പോ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? ക്ഷീണം? ഇല്ല, വേദനയില്ല, കുറച്ച് ക്ഷീണമുണ്ട്. സുമി മരുന്ന് കൊണ്ടുതരാന്ന് പറഞ്ഞിരുന്നു. അത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ. സരിതേ, നീ വിഷമിക്കരുത്. നിന്നോടൊരു കാര്യം പറയാനുണ്ട്, അത് നീ അറിയണം. എന്താണ് പറ, ഞാൻ വിഷമിക്കില്ല. നമ്മുടെ സുമി മരിച്ചുപോയി സരിതേ. ഞങ്ങൾ അവിടെ പോയിട്ട് വരുന്ന വഴിയിൽ. സരിതേ, കരയണ്ട. എനിക്ക് ആകെ ഒരു ആശ്രയം അവളായിരുന്നു, അത് പോയി. ഞാൻ ഇനി എന്ത് ചെയ്യും? എന്നാൽ ഞങ്ങൾ പോട്ടെ സരിതേ. ഇടയ്ക്ക് ഞങ്ങൾ വരാം. നീ മോനെ സ്കൂളിൽ പറഞ്ഞേക്കണം. അവൻ്റെ ഭാവിയും കൂടി പോവില്ലേ? നീ വിഷമിക്കണ്ട. നീ വിഷമിക്കുമ്പോൾ അവനും വിഷമമാകും. നീ ഒരിക്കലും തളരാൻ പാടില്ല. ശരി സരിതേ, ഞങ്ങൾ പോയിട്ട് വരാം.
ചേച്ചിക്ക് എന്തായി അമ്മ? അമ്മ എന്തിനാ കരയുന്നത്? നമ്മളുടെ ചേച്ചി പോയി. എവിടെ പോയി? നമ്മളുടെ ചേച്ചി മരിച്ചു പോയി. മോൻ നാളെ സ്കൂൾ പോണം. മോൻ പഠിക്കണ്ടേ? മോൻ പഠിച്ച് ജോലി കിട്ടി അമ്മനെ നല്ല ഡോക്ടർ കാണിക്കണ്ടേ? എൻ്റെ മോൻ നാളെ സ്കൂൾ പോണം. ശരി അമ്മേ. മോനെ വാ. മോനെ ഇന്ന് സ്കൂളിൽ പോണം. അമ്മയ്ക്ക് വരാനാവില്ല. മോന് ഒറ്റയ്ക്ക് പോണം. പോകുന്ന വഴി അറിയാമല്ലോ. അമ്മേ, എനിക്ക് കാട്ടിൽ കൂടി പോകുമ്പോൾ പേടിയാവുന്നു. ഞാൻ പോവില്ല. മോൻ സ്കൂൾ പോയാലല്ലേ വലുതാകും. സ്കൂൾ പോയിട്ട് പഠിച്ചിട്ട് ജോലി കിട്ടി അപ്പോഴല്ലേ മോൻ പൈസ കിട്ടുള്ളൂ. പൈസ കിട്ടിയിട്ട് അമ്മനെ നല്ല ആസ്പത്രിയിൽ ഡോക്ടറെ കാണിച്ച് അമ്മനെ നടക്കാൻ ആക്കണോ? മോൻ സ്കൂൾ പോവില്ലേ? ഞാൻ പോവാം. എനിക്ക് കാട്ടിൽ കൂടി പോകുമ്പോൾ പേടിയാവും. എൻ്റെ മോൻ കാട്ടിലെത്തി പേടിയാവുമ്പോൾ ഏട്ടനെ വിളിച്ചാൽ മതി. ഏട്ടാ 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 എന്ന് വിളിച്ചോണ്ട് പോയാൽ മതി. അപ്പോൾ മോൻ്റെ അടുത്തേക്ക് ഒരു ഏട്ടൻ വരും. ആ ഏട്ടൻ മോനെ സ്കൂൾ കൊണ്ടുപോയി വിടും. വൈകുന്നേരം ഏട്ടൻ വന്ന് കാട് കടത്തി വിടും. പിന്നെ മോൻ്റെ കൂടെ കളിക്കും. നല്ല രസമുണ്ടാകും സ്കൂളിൽ പോകാൻ. ഞാൻ പോവാം അമ്മേ. അത് ഏത് ഏട്ടൻ എൻ്റെ കൂടെ കളിക്കാൻ വരുന്നത്? അത് മോൻ കാണാത്തൊരേട്ടൻ. മോൻ ആ മേശ ഇവിടെ വെച്ചിട്ട് ചോറും വെള്ളം ഗുളികയും എല്ലാം ഇവിടെ വെച്ചാൽ മതി. അമ്മ എടുത്ത് കഴിച്ചോളാം. ആയി അമ്മേ, ഞാൻ ഷർട്ടും ട്രൗസറും ഇട്ടിട്ട് വരാം. ഉം. 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 പശുവിനെ മേയ്ക്കുന്ന കുട്ടികൾ അവിടെ ഉണ്ടായിരുന്ന മതിയായിരുന്നു. ഏട്ടാ, 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 എവിടെയുണ്ട് ഏട്ടാ? ഏട്ടാ, 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 എവിടെയുണ്ട് ഏട്ടാ?
നിന്റെ പേരെന്താ? എൻ്റെ പേര് ഹരിക്കുട്ടൻ. എന്താ ഏട്ടൻ്റെ പേര്? ഹരിക്കുട്ടൻ, നീ എന്നെ ഏട്ടാൻ വിളിച്ചാൽ മതി. നമ്മൾ ഇവിടെ ഇരിക്കുക. ആഹാ. ഹരിക്കുട്ട, നീ ഒറ്റയ്ക്കാണ് സ്കൂളിൽ പോണത്? അമ്മ കൊണ്ടുവിടും. ഇപ്പം അമ്മക്കാവില്ല. കുറേ ദിവസം സ്കൂളും പോയിട്ടില്ല. തുണി എടുക്കണം. എല്ലാം പണി ഞാൻ തന്നെ ചെയ്യണം. ക്ഷാരമില്ല, പശ വെക്കണ്ട കേട്ടോ. വാ, നമുക്ക് പോവാ. ആ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും. സാരമില്ല, പശ വെക്കണ്ട കേട്ടോ. ഇതാ സ്കൂളിലെത്തി. പോയിക്കോ. നമസ്തേ. ജയൻ, നാരായണൻ, ഹരിക്കുട്ടൻ. ഹരിക്കുട്ടൻ ബായുടെ. എന്താ ഇത്ര നാള് സ്കൂളിൽ അമ്മക്ക് വരാതിരുന്നത്? സുഖമില്ല. അമ്മ കിടപ്പിലാ. അതുകൊണ്ടാ ഞാൻ വരാതിരുന്നത്. ഇപ്പൊ അമ്മ സ്കൂളിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. ശരി മോനെ, പോയിരുന്നു. അമ്മേ. മോനെ മോനെ ഹരികുട്ട. അമ്മേ, ഞാൻ കാട്ടിലൂടെ പേടിച്ചു പോകുമ്പോൾ ഏട്ടനെ വിളിച്ചു നടന്നു. കുറെ നേരം ഏട്ട ഏട്ട എന്ന് വിളിച്ചിട്ടു ഏട്ട വന്നില്ല. പിന്നെ എനിക്ക് പേടിയായി. ഞാൻ ഉറക്കെ കരഞ്ഞ് ഏട്ട ഏട്ട എന്ന് വിളിച്ചു. അപ്പൊ ഏട്ട വന്നമ്മേ. അമ്മ, നാളെയും ഏട്ട വരും. അമ്മ കഞ്ഞി കുടിച്ചോ? അമ്മ, ഞാൻ ചോറ് വെക്കട്ടെ?
അമ്മ ഞാൻ പോട്ടെ. മക്കളെ, നമ്മുടെ ഈ വിശാലമായ ലോകത്തിലുള്ള വനം സംരക്ഷിക്കണം, വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം, അതുപോലെ ആറും പുഴകളും സംരക്ഷിക്കണം. എന്നാലേ നമ്മുടെ ലോകത്ത് നമുക്കും ജീവിക്കാൻ പറ്റൂ. നമസ്തേ മാഷെ, ഒരു മെമോ ഉണ്ട്. ശരി, എല്ലാവരും കേട്ടോളൂ. നിങ്ങളുടെ ടീച്ചറായ രാമമൂർത്തി മാഷിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അതുകൊണ്ട് നാളെ ഇവിടെ സ്കൂൾ വക സദ്യയുണ്ട്. നിങ്ങളുടെ സ്നേഹസമ്പന്നമായ ഈ മാഷിന് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരണം. അച്ചാറോ വറവോ കാളനോ എന്തുമാവാം. മാഷിനോടുള്ള സ്നേഹമായിട്ടാണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും കൊണ്ടുവരണം. അമ്മേ, നാളെ നമ്മുടെ മാഷിന്റെ ജന്മദിനം. ബർത്ത്ഡേ ആണ്. ആ, ബർത്ത്ഡേ. നാളെ സ്കൂളിൽ സദ്യ ഉണ്ട്. ക്ലാസ്സിൽ എല്ലാ കുട്ടികളും എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എന്താ അമ്മ കൊടുക്കൂ? നമ്മൾ എന്ത് കൊടുക്കാന്? അമ്മക്കൊന്നും ആക്കാനാവില്ലല്ലോ. മോൻ എന്തെങ്കിലും കൊണ്ടുപോയാൽ അത് ആരും തിന്നില്ലല്ലോ. നമ്മൾ പാവങ്ങളല്ലേ. എന്തെങ്കിലും കൊണ്ടുവരണമെന്ന മാഷ് പറഞ്ഞത്. നമ്മൾ എന്താ അമ്മ കൊടുക്കൂ? മോൻ ഏട്ടൻ്റെയോട് ചോദിക്ക്. ഏട്ടൻ എന്തെങ്കിലും തരും മോൻ. ആ, ഞാൻ ഏട്ടനോട് ചോദിക്കാം. ഏട്ടാ, ഏട്ടാ, നാളെ നമ്മുടെ മാഷിന്റെ ജന്മദിനമാ. നാളെ സ്കൂളിൽ സദ്യ ഉണ്ട്. നമ്മളോട് എന്തെങ്കിലും കൊണ്ടുവരാൻ മാഷ പറഞ്ഞു. എനിക്ക് കൊടുക്കണമൊന്നുമില്ല. ഞങ്ങൾക്ക് പരിപ്പ് വെച്ചതും കഞ്ഞി മാത്രമേ ഉള്ളൂ. അത് കൊടുക്കാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടമില്ല. അത് തിന്നുമ്പോൾ ഛർദിക്കാൻ വരും. ആദ്യം അമ്മ എനിക്ക് പന്നി പോലുള്ള ദോശ ആക്കി തരും. എന്ത് രസമാ അത്. ഇപ്പൊ ഒന്നുമില്ല. അമ്മക്ക് ഒന്നിനും ആവില്ല. ഞാനും അമ്മ ചത്ത മതിയായിരുന്നു. ഹരി, നാളെ വാ, ഞാൻ എനിക്കൊരു കൂട്ടം തരാം. ഹരിക്ക് വൈകുന്നേരം ഞാൻ അമ്പലത്തിലെ നിവേദ്യം പൈസ തരാം. ഇപ്പൊ നീ സ്കൂളിൽ പോ, വൈകുന്നേരം വാ. ഏട്ടാ, ബാക്കി അമ്മ കൊടുക്കാം.
ഏട്ടാ ഏട്ടാ ഏട്ടാ, ഈ ഏട്ടൻ എവിടെ പോയി? എനിക്കൊരു കൂട്ടം തരാമെന്ന് പറഞ്ഞിട്ട്. കിട്ടിട്ടില്ലായിരിക്കും, അതായിരിക്കും കാണാത്തത്. ഏട്ടാ ഏട്ടാ വാ ഏട്ടാ. ഏട്ടാ, എന്താ ഏട്ടാ വൈകിയത്? ഇത് എടുത്തു വരാൻ കുറച്ച് വൈകിപ്പോയി. ഇപ്പൊ വേണ്ട, വേണ്ട, വേണ്ട. പിന്നെ എടുക്കാം. മാഷേ, ഇതൊന്ന് കഴിച്ചു നോക്ക്. എന്താ രസം, എന്തോ എനർജി കിട്ടിയപ്പോൾ. എന്നാലും ആരായിരിക്കും ഇത് കുട്ടിക്ക് കൊടുത്തത്? എടുത്തോ. എന്റെ ദൈവമേ, മാഷ് പറഞ്ഞതുപോലെ എന്താ ടേസ്റ്റ്. ഇത് ആരാക്കിയതാ? ഹരിയുടെ അമ്മ സുഖമില്ലാതെ കിടക്കുകയല്ലേ, പിന്നെ ആ കുട്ടിക്ക് ഇത് ആരായിരിക്കും കൊടുത്തത്? എന്നാലും ആരായിരിക്കും കുട്ടിക്ക് ഇത് കൊടുത്തത്? ബാബാ, വാ എല്ലാ കുട്ടികളും പോയി കഴിക്ക്. വാ വാ, വന്ന് പായസം എടുത്തോ. മേടിച്ചോളൂ. പോ.
മോനെ ഹരി വാ. ഹരിമോനിക്ക് ഇത് ആരാ തന്നത്? ഒരു ഏട്ടനുണ്ട്, അവൻ തന്നതാ. ഹരിയുടെ അമ്മക്ക് ഒരു മോനല്ലേ ഉള്ളൂ. കാട്ടിലൊരു ഏട്ടനുണ്ട്. കളവ് പറയാതെ. ഇല്ല മാസ്റ്ററെ, കളവല്ല. എനിക്കൊരു ഏട്ടനുണ്ട് കാട്ടിൽ. ആ ഏട്ടൻ തന്നതാ. കാറ്റിൽ പോയാല് ആ ഏട്ടനെ കാണാൻ പറ്റുമോ? കാണും. എന്നാൽ നമുക്ക് പോവാം മാഷേ. പോവാ. വാ മാഷേ, കുട്ടികളെല്ലാം വരണ്ടെങ്കിൽ വാ. പോവാ. ഹരി, ഏട്ടനെ വിളിക്കേ. ഏട്ടാ, ഏട്ടാ, എവിടെ ഏട്ടാ? ഏട്ടാ, എവിടെ ഏട്ടാ? ഏട്ടാ, 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 ഏട്ടാ. ഏട്ടനെവിടെ? കളവ് പറഞ്ഞതാ? ഏട്ടാ, വേഗം വാ ഏട്ടാ. മാഷേ, ഇത് മറ്റാരുമല്ല, സാക്ഷാത് ആ ഗുരുവായൂരപ്പ തന്നെ ഇവൻ്റെ ഏട്ടനായിട്ട് വന്നത്. വാ മാഷെ, നമുക്ക് ഹരിയുടെ അമ്മയെ ചെന്ന് നോക്കാം. ഹരിയുടെ അമ്മ കിടപ്പിലായിട്ട് നമ്മൾ ആരും തന്നെ പോയി കണ്ടിട്ടില്ല. കുട്ടികളെല്ലാം വീട്ടിൽ പോട്ടെ, ഞങ്ങൾ മാത്രം പോയാൽ മതി. നിങ്ങൾ കടപ്പിലല്ലേ ഹരിയുടെ അമ്മേ? നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ഇവിടെ വന്നു. ഞാൻ കിടന്ന കട്ടിലിൻ്റെ അരികിലേക്ക് വന്നു. അമ്മേ, ഞാൻ ഹരിയുടെ കൂട്ടുകാരൻ. ഹരി എപ്പോഴും അമ്മന്റെ കാര്യം പറയൂ. അങ്ങനെ അമ്മയെ കാണാൻ വന്നതാ. അമ്മ എൻ്റെ അടുത്ത് പച്ചില കൊണ്ട് ഉണ്ടാക്കിയ ഒരു മരുന്നുണ്ട്. അത് ഞാൻ അമ്മയുടെ മേലസുകളും പുറത്തട്ടെ. അമ്മ കണ്ണടിച്ച് കളഞ്ഞു, ഞാൻ പുറട്ടാ. ഞാൻ കണ്ണടച്ച് കടന്നു. മോൻ എൻ്റെ കാലിലും കയ്യിലും നടുവിലും എല്ലാം മരുന്ന് പുരട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണ് തുറന്ന് ചുറ്റിലും നോക്കി. ആരെയും കാണുന്നില്ല. എൻ്റെ കാല് അനങ്ങുന്നു. ഞാൻ ഇരിക്കാൻ ശ്രമിച്ചു. ഞാൻ ഇരുന്നു.
ഞാൻ കട്ടിലിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. ഞാൻ താഴെ ഇറങ്ങി. ഞാൻ പുറത്തിറങ്ങി നടന്നു. ചുറ്റിലും മോനെ വിളിച്ച് നടന്നു. അവിടെ എങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ കുളിച്ച് ഡ്രസ്സെല്ലാം മാറി. എനിക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് മനസ്സിലായോ ആരാണെന്ന്? അത് സാക്ഷാത് ഗുരുവായൂരപ്പനാ ഹരിയുടെ ഏട്ടനായി വന്നത്. നിങ്ങളുടെ കഷ്ടതകളും ദുരിതങ്ങളും അന്വേഷിക്കാൻ ഞങ്ങൾ ആരും വന്നില്ല. ഞങ്ങൾ ഒരു സഹായവും നിങ്ങൾക്ക് ചെയ്തില്ല. മാപ്പ്. ഗുരുക്കന്മാർ വന്നില്ലെങ്കിലും ഗുരുവായൂരപ്പൻ വന്നല്ലോ. നിങ്ങളുടെ ഒരു പുണ്യജന്മമാണ്. ഞങ്ങൾ വരട്ടെ. കൃഷ്ണ, ഗുരുവായൂരപ്പ.